നമസ്കാരം. ലക്ഷദ്വീപിലെ ഗുണ്ടകൾ, മുസ്ലിം ഗുണ്ടകൾ, ലക്ഷദ്വീപിലെ മുഴുവൻ ഗുണ്ടകളാണ് കേട്ടോ. ഇത്രയും നാളും ആരും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ സംഘപരിവാർ ഇങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് അവിടെയുള്ള മുസ്ലിങ്ങൾ മുഴുവൻ ഗുണ്ടകളാണെന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണല്ലോ ഒരു ഗുണ്ട അയച്ച് ഗുണ്ട ആക്ട് നടപ്പാക്കിയത് അവിടെ. അങ്ങനെ ഈ ഗുണ്ട സംഘം, ഇവർ പറയുന്ന ഈ ഗുണ്ട സംഘം, ഇവർ പറയുന്ന ലക്ഷദ്വീപിലെ മുസ്ലിങ്ങൾ, അവർ ചെയ്തിട്ടുള്ളൊരു വലിയൊരു അപരാധം. അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, അവിടെയുള്ള ഒരു മുസ്ലിം പള്ളിക്കും അത്രമാത്രം സ്ഥലമില്ല. അത്രയും വലിയ പ്രവിസസിൻ്റെ നടുവിലാണ് ഈ ഹിന്ദു ശിവക്ഷേത്രം നിലകൊള്ളുന്നത്. അവിടെ ആ ശിവക്ഷേത്രത്തോട് അവർ ചെയ്തത് എന്താണെന്നറിയോ? അനവധി കാലമായിട്ട് അവിടെ നിലകൊള്ളുന്ന ക്ഷേത്രമാണത്. ആ ശിവക്ഷേത്രത്തോട് അവർ ചെയ്തത് എന്താണെന്നറിയോ? അവരിപ്പോഴും ആ ശിവക്ഷേത്രത്തെ അതുപോലെ നിലനിർത്തിയിരിക്കുന്നു. യാതൊരു കേടുപാടുകളും കൂടാതെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാ ഉത്സവങ്ങളും ശിവരാത്രി എന്നിത്യാദി സകല കാര്യങ്ങളും അവിടെ ഭംഗിയായിട്ട് നടമാടുന്നു. അവിടെ പോയവരെല്ലാം അത് കണ്ടിട്ടുമുണ്ട്. ആ ശിവക്ഷേത്രത്തിൽ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ പരസ്യമായിട്ട് എല്ലാവരും കാണുക, ആഘോഷത്തോടു കൂടി ഭാരതമാതാക്ക് ജയ് വിളിച്ച് ശ്രീരാം ജയറാം വിളിച്ച് പള്ളി പൊളിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ബാബറി മസ്ജിദ്. ആ സമയത്തും ആ ശിവക്ഷേത്രത്തിൻ്റെ മേലെ, അവിടെ നിറയെ മണലാണല്ലോ, കുറച്ച് മണലെടുത്ത് അതിൻ്റെ മേലെ ഇടുക എന്ന് അവിടുത്തെ മുസ്ലിങ്ങൾ ചിന്തിച്ചില്ല. കാരണം അവിടുത്തെ മുസ്ലിങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എന്ന് പറഞ്ഞൊരു മഹാനുഭാവൻ്റെ കൊച്ചുങ്ങൾ അവിടെയുള്ളത്. ഒരു മതത്തിൻ്റെ മേലിലും അവർ മണ്ണ് വാരിയിടാറില്ല. ഒരു മതത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ദേവാലയങ്ങൾ അതിൻ്റെ മേലെ അവർ വിരൽ ചൂണ്ടാറില്ല. മാത്രമല്ല, 1% മാത്രം ജനസംഖ്യയുള്ള കുഞ്ഞുകുട്ടിയാദി ആൾക്കാർ, വയസ്സന്മാരും കുഞ്ഞും കുട്ടികളും സ്ത്രീകളൊക്കെയുള്ള അടക്കം 1.5 താഴെയാണ് അവിടെ ജനസംഖ്യ, ഹിന്ദുക്കളുടെ ജനസംഖ്യ. എന്നിട്ടും ആ ക്ഷേത്രം വളരെ മനോഹരമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ മഹിമയാണ് വാസ്തവത്തിൽ? ആരുടെ പെരുമയാണ് വാസ്തവത്തിൽ? അതിൽ മുസ്ലിങ്ങൾക്കൊന്നും പങ്കില്ലേ? അവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് അവരാരും അതിനോട് സഹകരിക്കുന്നില്ല, അവർ പൈസ കൊടുക്കുന്നില്ലേ? അന്വേഷിച്ചാൽ അറിയാം. അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. വലിയ രൂപത്തിലാണ് അവർ സഹകരിക്കുന്നതിനോട്. അതിൻ്റെ പേരിൽ ബഹുദേവതാരാധകരൊന്നായിട്ട് മാറിപ്പോയിട്ടില്ല അവിടെ. ആ അമ്പലമുള്ള കാരണം കൊണ്ട് അവിടെയുള്ള മുസ്ലിങ്ങൾ ബഹുദേവതാരാധകരായിപ്പോയി, വിഗ്രഹാരാധകരായിപ്പോയി ഒന്നും അവർ കരുതിയിട്ടില്ല. നല്ല രീതിയിൽ ആ അമ്പലം അവിടെ നടന്നു വരുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും രസം, അവിടുത്തെ ഹിന്ദുക്കൾക്കൊന്നും ഒരു വേവല. ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങൾ അവിടുത്തെ ഹിന്ദുക്കൾക്കൊന്നും യാതൊരു വേവലാതിയുമില്ല. മാത്രമല്ല, അവിടുത്തെ BJP നേതാവ് അയാൾ പറഞ്ഞിരിക്കുക, പ്രഫുൽ പോടാ പട്ടേൽ നിന്ന്, പ്രഫുൽ ഗുണ്ടാ പട്ടേൽ, പ്രഫുൽ കോടാ പട്ടേൽ. ഈ കോട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ചാരായം മാറ്റാൻ വെച്ചിരിക്കുന്ന, കലക്കി വെച്ചിരിക്കുന്ന സാധനത്തിനെ കോട എന്ന് പറയാം. അതെന്തോട്ടെ. ജനൻ TV ഒരു ഡിബേറ്റ് നടക്കുന്ന സമയത്ത് അവിടെ കൂട്ടത്തിലുള്ള ആൾ പറഞ്ഞു, ഈ പ്രഫുൽ പോടാ പട്ടേൽ, അതിവിടെ പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല, ആളുടെ പേര് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്താ പറഞ്ഞേ? പ്രഫുൽ കോടാ പട്ടേൽ. എന്ത് പ്രഫുൽ പോടാ പട്ടേൽ? പോടാ. ജനൻ TV കാർക്ക് ഭ്രാന്ത് പിടിച്ചോ? അവരല്ലെങ്കിലും ഭ്രാന്താണ് അവർക്ക്.
അവർക്ക് ഭ്രാന്ത് പിടിച്ചു. വേഗത്തിൽ പറയുന്ന സമയത്ത് ഈ വാക്കാനെ മനസ്സിലാക്കാൻ പറ്റുക. പ്രഫുൽ കോടാ പട്ടേൽ അതിൻ്റെ പേരിൽ അവിടെ ഒരു മറ്റേ കുളം കലക്കുന്ന പരിപാടി ഉണ്ടായി, വിസർജനം. അവിടെ ഇവരിവിടെ ബാബറി പൊളിച്ചു, കൊച്ചു കൊച്ചു പള്ളികൾ വേറെ പൊളിക്കുന്നു, ഇനി 3000 പള്ളികൾ പൊളിക്കാൻ കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ലക്ഷദ്വീപിലെ ശിവ ടെമ്പിൾ വളരെ മനോജ്ഞമായിട്ട് അവിടെയുള്ള എല്ലാവരും കൂടി കൊണ്ട് നടക്കുന്നത്. ലക്ഷദ്വീപിലെ ശിവക്ഷേത്രം നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ അവിടുത്തെ ഗണപതി ക്ഷേത്രത്തിൻ്റെ കഥയോ, അതാണ് ഇപ്പോൾ നമ്മുടെ കാടൻ എരപ്പാളി കൊണ്ടുവന്നിട്ടുള്ളത്. ഗണേശ ക്ഷേത്രം നിങ്ങൾ തകർത്തില്ലേ, അതിൻ്റെ മേലെ നിങ്ങൾ ചലിവാരി എറിഞ്ഞില്ലേ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ആരാണെന്ന് പറഞ്ഞിട്ടില്ല, എല്ലാം നിങ്ങളാണ്. ലക്ഷദ്വീപിലെ മുസ്ലിങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഏതായാലും അതിന് വലിയൊരു കാര്യം അവിടെയുണ്ട്. അത് ഞാൻ പുറകിൽ പറയാം. ഏതായാലും ഇവിടെ ഈ മുസ്ലിം, ദുബായിൽ പോലും ഇത്രയും മുസ്ലിങ്ങളുണ്ടെന്ന് അറിയില്ല, ജനസംഖ്യ എത്രയും % ഉണ്ടെന്ന് അറിയില്ല. ഇവിടെയുള്ള 99-98% മുസ്ലിങ്ങളുള്ള ഈ നാട്ടിൽ ശിവക്ഷേത്രം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. മസ്കറ്റിൽ സുൽത്താൻ കാബൂസിൻ്റെ മസ്കറ്റിൽ അവിടെ ഗണേശ ക്ഷേത്രമുണ്ട്. അതും മസ്കറ്റിൽ തന്നെയാണ്, അദ്ദേഹം വരുന്ന വഴിയിൽ തന്നെയാണ്. അബുദാബി കാവിലമ്മ വരാൻ പോകുന്നു, വളരെ ഹ്യൂജ് ആയിട്ടുള്ള ക്ഷേത്രം വരാൻ പോകുന്നു. അവിടുത്തെ ഗ്രാൻഡ് മോസ്കിൻ്റെയും കിലോമീറ്ററുകൾ ഇപ്പുറത്തായിട്ടാണ്. അവർക്ക് പറ്റില്ലെന്നൊരു വാക്ക് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ. അപ്പൊ ഇവിടെ ലക്ഷദ്വീപിൽ ഈ ശിവക്ഷേത്രം ഭംഗിയായിട്ട് നടക്കുന്നു പറഞ്ഞാൽ പലരും കടിഞ്ചൊറിയായി. അത് ചൂണ്ടിക്കാണിക്കുകയില്ല എല്ലാവരും. കണ്ടോ ഇതാണ് ഇവിടെ മുസ്ലിങ്ങളുടെ സ്വഭാവം, ഹിന്ദുക്കളുടെ മേലെ കുതിര കയറുന്നതായി കാണുന്നത് എന്നും പറഞ്ഞ് അവിടുത്തെ ശിവക്ഷേത്രം എടുത്ത് കാണിച്ച് അതിൻ്റെ മനോഹാരിത, ആ ശിവക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്ന ഹിന്ദുക്കളുടെ എത്രമാത്രം സഹകരണത്തോടു കൂടിയിട്ടാണ് ലക്ഷദ്വീപിലെ മുസ്ലിങ്ങൾ സഹവർത്തിത്വത്തോടു കൂടിയിട്ടാണ്. അത് പറയുമ്പോൾ ചൊറി പൊട്ടി കടി പൊട്ടി. അവിടെയാണ് മറുകാടൻ മലയാളി കണ്ടെത്തിയത്. മസ്കറ്റ് ഇവിടെ ലക്ഷദ്വീപിലെ ഗണേശ ക്ഷേത്രത്തിൻ്റെ കഥ നിങ്ങൾക്കറിയാമോ? പൊളിച്ചു കളഞ്ഞു. ശരിയാണത്. അവിടെ പണ്ട് മിലിറ്ററി ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ മിലിറ്ററി ക്യാമ്പ് അവിടെ താൽക്കാലികമായിട്ട് വെച്ച മിലിറ്ററി ക്യാമ്പാണ്. അപ്പോൾ അവർക്ക് ഈ മിലിറ്ററി ക്യാമ്പിനകത്തൊരു സ്വഭാവമുണ്ട്. അവിടെ മിലിറ്ററി ക്യാമ്പിൽ ഒരു ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ തന്നെ അയാൾ ചെറിയൊരു ഭാഗത്തൊരു കുരിശ് വെച്ച് അയാളുടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട്, പാഴ്സികളുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു ഗുരുദ്വാര ഒക്കെ ഫോട്ടോ വെച്ചിട്ടാണ്. യുദ്ധസമയത്ത് പോലും എവിടെയെങ്കിലും പോയിട്ട് തമ്പടിക്കുന്ന സമയത്ത് അവിടെയും കാണാം ഇത്. അവിടുന്ന് പോകുന്ന സമയത്ത് ഈ പടമൊക്കെ അവിടെ വെച്ചിട്ട് പോകുന്നതാണ് വിചാരിച്ചത്. അവരതെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഗണപതി ക്ഷേത്രം അവിടുന്ന് പോയി. മാത്രമല്ല അത് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യയിലെ നിയമപ്രകാരം ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഗണപതി ടെമ്പിളോ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചോ ഒന്നും പാടില്ല. അവിടെ വിട്ടുപോയപ്പോൾ തന്നെ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ അനാഥാക്കി ഇടുകയും ചെയ്തില്ല. അതൊരു കുടിയിരുത്തൽ, ഒരു ടെമ്പററി, ഒരു ഫോട്ടോ വെച്ചുള്ള ഒരു പരിപാടി മാത്രമായിരുന്നു. അല്ലാതെ അവിടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പോലും ഓടിയൊരു ക്ഷേത്രമൊന്നുമല്ല അവിടെ ഉണ്ടായിരുന്നത്. തകർത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇവിടെ കിഴക്കേക്കോട്ടയിലുണ്ട്, അത് മിലിറ്ററിക്കാരെ നോക്കിക്കൊണ്ട് നടക്കുന്നത്. അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രം എന്ന പേരെന്ന് തോന്നുന്നുണ്ട്, എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. അവിടെ കൃത്യമായിട്ട് ആ മിലിറ്ററി ചിട്ടയോടുകൂടി വളരെ മനോഹരമായിട്ട് അവർ തന്നെയാണ് അവിടെ നോക്കിക്കൊണ്ട് നടക്കുന്നത്. റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരെ നോക്കിക്കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ടെമ്പററി ആയിട്ടൊരു മിലിറ്ററി ക്യാമ്പിനോട് സമീപമാണെങ്കിലോ ആ മിലിറ്ററി ക്യാമ്പ് വരെ അവരെ പണി കഴിച്ചു കഴിഞ്ഞാൽ ആ ഫോട്ടോ എടുത്തവർ കൊണ്ടുപോകും. അത്രയേ ഉള്ളൂ. അതാണ് ലക്ഷദ്വീപിൽ സംഭവിച്ചത്. അതിനെ ചുറ്റിപ്പറ്റിയിട്ട് പറഞ്ഞിട്ടാണ് നിങ്ങൾ ശിവക്ഷേത്രം സംരക്ഷിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഗണപതി ക്ഷേത്രം തകർത്ത് കളഞ്ഞില്ലേ എന്ന് ഇവൻ ചോദിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ അസംബ്ലി കൂടുന്ന ഇതുണ്ട്, നിയമസഭാ മന്ദിരം. അതിനകത്തൊരു ഗണപതിയുടെ ഫോട്ടോ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? അവിടെ കൊണ്ടുവച്ചാൽ എടുത്തു കളഞ്ഞാൽ കണ്ടില്ലേ എന്ന് പറയാൻ പറ്റുമോ? അത് നമ്മുടെ ചിട്ടവട്ടത്തിൽ പെട്ടൊരു കാര്യമാണ്. അങ്ങനെ പാടില്ല എന്നുള്ളത്. പാർലമെൻറ്റ് വളപ്പിലൊരു ഭദ്രകാളിയുടെ ക്ഷേത്രം പണിത് വയ്ക്കാൻ പറ്റുമോ? ഇപ്പോൾ BJP അവർക്കത് പറ്റുമോ? പറ്റില്ല. നിയമം സമ്മതിക്കില്ല. ഇപ്പോൾ പറയുന്നത് ഗണപതി ക്ഷേത്രം തകർത്തു. കൊട്ടാരപ്പുര ഗണപതി ക്ഷേത്രം സ്വർണ്ണ വിഗ്രഹം
100 അടി ഉയരമുള്ള ഗോപുരം, ഇതൊക്കെയാണ് അവർ സങ്കല്പത്തിൽ കൊണ്ടുവരുന്നത്. ഇവരെപ്പോഴും ഈ ഈ ഈ മതത്തിൽ തൂങ്ങിക്കിടക്കുകയാണ്. ദൈവങ്ങളുടെ പേരും പറഞ്ഞ്, അയ്യപ്പൻ്റെ പേരും പറഞ്ഞ് അവിടുന്ന് കിട്ടി, ചെവിടുത്ത് ഈ ചെവിടുത്ത് കിട്ടി, ഈ ചെവിടുത്തും കിട്ടി, മോന്ത പൊത്തി ഇങ്ങനെയും കിട്ടി, മൂക്ക് കുത്തി വീണു അവിടെ. മറ്റേ ഉള്ളിസുര ഹാൻസ് മൂക്ക് കുത്തി വീണു അവിടെ, അയ്യപ്പൻ്റെ പേരും പറഞ്ഞിട്ട്. എന്നിട്ട് പറ്റുള്ള പഠിക്കുന്നില്ലല്ലോ വാസ്തവത്തിൽ. ജാൻസി റാണി കളക്കൂട്ടത്ത് മൂക്ക് കുത്തി വീണു ശോഭ, എന്നിട്ട് പഠിക്കുന്നില്ലല്ലോ ഒരു വാസ്തവത്തിൽ. ഇപ്പോഴും മതത്തിൽ തൂങ്ങിക്കുക, ദൈവങ്ങളുടെ പേരും പറഞ്ഞ് തൂങ്ങിക്കുക. ഇവർക്ക് വേറെ ഒന്നുമില്ലേ വാസ്തവത്തിൽ? കിട്ടിയത് പോരെ വാസ്തവത്തിൽ? ഇവർക്ക് നാണക്കേടും മാനക്കേടും പോയിട്ട് BJPയുടെ പേര് കുട്ടികൾ പോലും, കൊച്ചു കുട്ടികൾ പോലും ഇപ്പോൾ BJP വിളിക്കുന്നത് പൂജ്യപി എന്നാണ് വിളിക്കുന്നത്, പൂജ്യപി എന്നാണ് വിളിക്കുന്നത്. കുട്ടികൾക്ക് പോലും വരിയില്ലാത്തൊരു നാണം കെട്ടൊരു സമുദായമായിട്ട് മാറിയിരിക്കുകയാണ് ഈ രാഷ്ട്രീയ സമുദായം. അവർക്ക് രാഷ്ട്രീയമായിട്ടൊരു കാര്യം ചിന്തിക്കാനില്ല. വർഗീയത വിട്ടിട്ട് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അവരെന്നാണ് ഇനി അതേക്കുറിച്ച് ചിന്തിക്കുക? അതിൻ്റെ പേരിലൊരു മുൻനിരയിൽ വരാൻ എന്നാണ് ഇനി അവർക്ക് കഴിയുക? ഭാവിയിലൊന്നും അതിനുള്ള സാധ്യതകൾ കാണുന്നില്ല. ഈ മാറാൻ ഒരുമ്പെട്ട് വരുന്ന പാർട്ടികളെ നമ്മൾ മാറാൻ ഉള്ള വഴികൾ പറഞ്ഞു കൊടുത്ത കാര്യമില്ല. നാറിക്കഴിഞ്ഞു, നാറിയിട്ട് പിന്നെ മാറിയിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞതാ, മാറിയിട്ട് കാര്യമില്ലല്ലോ. നല്ലൊരു രസമായിട്ട് തോന്നി എനിക്ക്. ജനമാണ് ഇപ്പോൾ കൂട്ടുപിടിച്ചിട്ടുള്ളത്. ജനത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു പുതിയ പേര് ചേർത്തിട്ടുണ്ട്, അന്തർദേശീയ ദേശീയ TV. എല്ലാ ഒരു ദേശീയ മുസ്ലിം ഉണ്ട് അവിടെ. അതുപോലെ ദേശീയ TV കേരളത്തിൽ തന്നെ എല്ലാവരും കാണുന്നില്ല. അതാണ് ദേശീയ TV എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനം നല്ല പേരിട്ട് നാട്ടുകാരിട്ട് കൊടുത്തിട്ട് വിസർജനം എന്ന് പേരിട്ട് കൊടുത്തിട്ടുണ്ട്. പൃഥ്വിരാജ് അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് കുത്തിപ്പൊന്തിച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കി. ജനം TV കുറെ നോക്കി, വിസർജനം മലം TV കുറെ നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അച്ഛൻ്റെ മകനാണ്, സുകുമാരൻ്റെ മകനാണ്. ഒരു സിനിമയിൽ പറയുന്നൊരു ഡയലോഗുണ്ട്, പറയുന്ന വാക്കും ജനിപ്പിച്ചോ തന്തയും ഒന്നേ ഉള്ളുവടാ എന്ന് പറയുന്നുണ്ട്. അതൊരു ഡയലോഗാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നിന്ന് ഉയർന്നതാണ് ആ ഡയലോഗ് എന്ന് തെളിയിച്ചു. വാസ്തവത്തിൽ നിലപാട് മാറ്റിയില്ല നടൻ, അത് ഉറച്ച നിലപാടിൽ അവിടെ തന്നെ നിന്നു. ഒടുവിൽ തിന്ന് ഉരുട്ടിക്കുഴച്ച് തിന്ന മലം അത് വിസർജിക്കേണ്ടി വന്നു TV ചാനലിന്, മലം ചാനലിന്. കാരണം സംഘിക്കുഞ്ഞുങ്ങൾ ഈ മലം ചാനൽ പറഞ്ഞു കേട്ടിട്ട് പൃഥ്വിരാജിനെയും നടന്മാരെ മുഴുവൻ, അവരുടെ കുടുംബത്തെ, മരിച്ചുപോയ സുകുമാരൻ അവർകളെ, സുകുമാരൻ്റെ മൂത്രത്തിൻ്റെ വരെയുണ്ടോടാ, ഇങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിൽ, മ്ലേച്ഛമായ രീതിയിൽ, തേർഡ് റേറ്റ് സബ്സ്റ്റാൻഡേർഡ് രീതിയിലാണ് ഈ സംഘിക്കുഞ്ഞുങ്ങൾ വൃത്തികെട്ടവന്മാർ പെരുമാറിയത്. അല്ല ജനം TVക്ക് മനസ്സിലായി. അവർ വേഗം അത് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കൊടുത്ത് പറഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജ് ആരാന്ന് ചോദിച്ചാൽ പൃഥ്വിരാജോ അതാരാന്ന് ചോദിക്കുമ്പോൾ അവർ ആ ഒരവസ്ഥയിൽ അവരെത്തി. കാര്യം പന്തിയില്ലെന്ന് വിസർജനത്തിന് മനസ്സിലായി. അങ്ങനെ ഇവരിവിടെ പറയുന്നുണ്ട് ലഹരി മരുന്ന് പിടിച്ചു. എവിടെ? അവിടെ ലഹരി മരുന്ന് പിടിച്ചു. ആ ഷാനി പ്രഭാകരൻ്റെ മുമ്പിൽ ഒരുത്തം പോയിരുന്നു പറഞ്ഞത്, അവിടെ ലഹരി മരുന്ന് പിടിച്ചു. ഷാനി ചോദിച്ചു എവിടെ? അവിടെ. എവിടെ? അവിടെ. എവിടെ? പിന്നെ ഷാനിയുടെ മേലെ തട്ടിക്കയറാൻ തുടങ്ങി. ഷാനിയുടെ ഇങ്ങനെ എന്താ പറയുക, മൂക്ക് പിടിച്ചിങ്ങനെ, മൂപ്പല്ല തല പിടിച്ചിങ്ങനെ തിരിക്കണമെന്ന ദേഷ്യത്തിലാണ് സംസാരിച്ചത്. എന്നെ പഠിപ്പിക്കാൻ നിങ്ങൾ ആരുമല്ല, ഞാൻ പ്രേക്ഷകരോട് ഇവനൊക്കെ എന്ത് പ്രേക്ഷകരോട് എങ്ങനെ സംസാരിക്കാനാണ് ഈ TV ചാനലിലൂടെ അല്ലാണ്ട്? ആ മഹതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു വിഷമമായിട്ടും ചോദിക്കുകയല്ല, അവിടെ നിങ്ങൾ ലഹരി മരുന്ന് പിടിച്ചു കൊണ്ടു. എവിടെ? അവിടെ തോക്കുകൾ 3000 കോടി രൂപയുടെ കലാഷ്നിക്കോവ് തോക്കുകൾ AK-47 പിടിച്ചു. എവിടെ? അവിടെ. എവിടെ? അവിടെ. എവിടെ? അവിടെ. ഇത്രയേ പറയുന്നുള്ളൂ. ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ പിടിച്ചു, ഇന്ന എൻഫോഴ്സ്മെന്റ് പിടിച്ചു, അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് പിടിച്ചു, അല്ലെങ്കിൽ പോലീസുകാർ പിടിച്ചു എന്നല്ല, അവിടെ പിടിച്ചു. ഇത് ആ സംഘിക്കുഞ്ഞുങ്ങൾക്ക് വിളമ്പിക്കൊടുക്കാവുന്ന ആ തൊള്ളയിൽ കൊണ്ട് ഇടാൻ പറ്റിയ കുറേ ഇളിപ്യൻ സാധനങ്ങളല്ലേ വാസ്തവത്തിൽ ഇങ്ങനെ പറയുന്നതൊക്കെ. ഇവിടെ എന്താ ആൾക്കാർ ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കുഴൽപ്പണം പിടിച്ചു,
3.5 കോടി രൂപയുടെ അടക്കി വെച്ച പണം പിടിച്ചു. എവിടെ പിടിച്ചു? അവിടെ പിടിച്ചു എന്ന് പറഞ്ഞില്ല. ഷാനി പ്രഭാകരൻ പറയട്ടെ, കൊട്ടകരയിൽ പിടിച്ചു. ആരുടെ കയ്യിൽ നിന്ന് പിടിച്ചു അതും പറഞ്ഞു. ഇപ്പം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ആരുടെ അന്വേഷണമാണ്? BJP ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ED എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അവൻ്റെ കയറി പിടിച്ച ഒരു ഗണേശ് കുഞ്ഞൊരു പുത്രനുണ്ട്, സംഘപുത്രൻ. പിന്നെ അവിടുത്തെ ഏതോ സംസ്ഥാന ഓഫീസ് സെക്രട്ടറി വേറെ ഒരുത്തനുണ്ട്, അവനിക്കാണ് കയറി പിടിച്ചിട്ടുള്ളത്. കുപ്പിയിൽ അടച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ ഗൗരവതരമായിട്ട് കാര്യങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യമാണ്. അണ്ട് അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്നുള്ളതല്ല, അത് നുണപ്പറച്ചിലല്ല. ഇത് നുണപ്പറച്ചിലാണ്. കൊടകരയിൽ വെച്ച് 3.5 കോടി രൂപയുടെ കുഴൽപ്പണം പിടിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവിടെ പറഞ്ഞത് എന്താ? അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു, അവിടെ പിടിച്ചു. എവിടെ പിടിച്ചു, എപ്പോൾ പിടിച്ചു, എങ്ങനെ പിടിച്ചു, അതിനൊന്നും മറുപടിയില്ല. ഗണപതി ടെമ്പിളിൽ നമ്മുടെ മറുനാടൻ എരപ്പാളി പറയാണ്, ഗണപതി ടെമ്പിളിൻ്റെ മേലെ ചെളി വാരി എറിഞ്ഞു, അത് തല്ലി ഉടച്ചു. ശരിയാണ്, സമ്മതിച്ചു. ലക്ഷദ്വീപിലെ ഗണപതി ക്ഷേത്രം തല്ലി ഉടച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ മേലെ കരിയോയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ, അത് ചെളി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, മുസ്ലിം തന്തയ്ക്ക് പറഞ്ഞിട്ടുള്ള ഒരാളും അത് ചെയ്യില്ല. ഒരു തന്തയുണ്ട്, 1400 വർഷം മുമ്പ് ഇവിടെ ഭൂജാതനായിട്ട് ഇവിടുന്ന് ഹിരവാസം പിടിഞ്ഞ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും അത് ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. വേറൊരാളുടെ വിഗ്രഹത്തിന് അവർ വിരൽ ചൂണ്ടില്ല. അവർക്കതിൽ വിശ്വാസമില്ല, അവർ ഏകദൈവ വിശ്വാസികളാണ്. പിന്നെ ആരാ അത് ചെയ്തത്? ആരാ ചെയ്തത് പറ. ആരാ ചെയ്തത്? നിങ്ങൾ പറ. ഇത് കേൾക്കുന്നത് നിങ്ങൾ പറ. വളാഞ്ചേരിയിലുള്ള ആൾക്കാർക്ക് അറിയാം ആരാ ചെയ്യാന്ന്. താൻ തന്നെ ഒപ്പിച്ചു വെച്ചിട്ടുള്ള മലം കയ്യിലെടുത്ത് കൊണ്ടുവന്നിട്ട് വിഗ്രഹത്തിൻ്റെ മേലെ ചാർത്തിയത് ആരാ? ഈ സംഖ്യക്കുഞ്ഞല്ലേ ചെയ്തത്? കോയമ്പത്തൂർ വന്നിട്ട് പന്നിയിറച്ചി വാങ്ങിച്ചിട്ട് 3 കിലോ പന്നിയിറച്ചി വാങ്ങിച്ചിട്ട് ഒരെണ്ണം അവിടെ, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ദേവിയുടെ തലേമേ. ആരാ ചെയ്തത്? ആരാ അത് ഒപ്പിച്ചു വെച്ചത്? അമ്പലത്തിൻ്റെ മേലെ മല മെറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അമ്പലത്തിൻ്റെ മേലെ ചെളി തട്ടി തെറിപ്പിച്ചിട്ടുണ്ട്, അമ്പലത്തിൻ്റെ മേലെ എന്തെങ്കിലും ബോംബ് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ വേറെ ആരുമല്ല, ഇവന്മാർ തന്നെയാണ്. ഏതെങ്കിലും നല്ല ടൂറ് പോയിട്ടുള്ള ഏതെങ്കിലും തെമ്മാടി സംഖ്യക്കുഞ്ഞായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. മുസ്ലിം കൈവയ്ക്കില്ല, ഇസ്ലാമിനെ പിന്തുടരുന്ന ഒരുവൻ കൈവയ്ക്കില്ല. നബിത്തങ്ങൾ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു മണ്ടശിരോമണി ഉണ്ട് അന്നത്തെ കാലത്ത്. അയാളെ വീണ്ടും മുമ്പിൽ ഒരു കല്ലുമ്പോൾ 2-3 ചവിട്ടൊക്കെ ചവിട്ടിനകത്ത് കയറിയത്. അപ്പോൾ നബി തിരുമേനി പറഞ്ഞു പിൻവാതിൽ തുറക്കാൻ. പിൻവാതിലൂടെ കയറി അദ്ദേഹത്തിന് ആദിത്യയ്ക്ക് ഏറ്റുവാങ്ങി പിൻവാതിലൂടെ പുറത്തു വന്നു. അപ്പോൾ ചോദിച്ചു, എന്താ തിരുമേനി പിൻവാതിലൂടെ വന്ന് പിൻവാതിലൂടെ തന്നെ പോകുന്നത്? അപ്പോൾ ചോദിച്ചു, ഈ കല്ലെന്താ? അതെ, ബഹുദേവതാരാധകരൻ ഖുറൈശികൾ അവരെ ആരാധിക്കുന്ന ഒരു കല്ല് ഞാൻ അവിടെ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുക. എന്നിട്ട് എന്ന് ഞാൻ ചവിട്ടും, അമ്മ ഞാൻ കോർപ്പിച്ചു തുപ്പും. അപ്പം അദ്ദേഹം പറഞ്ഞു, നിനക്ക് നിന്റെ വിശ്വാസവും നിന്റെ മതവുമാണ്. ഈ കല്ലിൽ ദൈവത്തെ കാണുന്ന ആൾക്കാർ വേറെയുണ്ട്, അവരുടെ വിശ്വാസം അതാണ്. ആ വിശ്വാസം ചവിട്ടിക്കയറേണ്ടതില്ല. നിന്റെ വിശ്വാസത്തിൻ്റെ മേലെ നീ കയറി നിൽക്കുക, അത് നിന്നിൽ ഉയർത്തുക, അതിൻ്റെ വഴിയും മാർഗവും സ്വീകരിക്കുക. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, അത് ഇല്ലാതാക്കാനും അതിനെ നിഖരിക്കാനുമല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ആ കല്ല് അവിടെ നിന്നിട്ട് മാറ്റാനാണ് പറഞ്ഞത്. അതാണ് ഖുർആൻ പ്രസ്താവിക്കുന്നത്, അതാണ് നബി തിരുമേനി, അതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ. ആയതുകൊണ്ട് ഒരിക്കൽ പോലും അവിടെ ഗണപതി ക്ഷേത്രം തകർത്തിട്ടുണ്ടെങ്കിൽ അത് ഇവന്മാർ തന്നെ, അത് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മിലിറ്ററിക്കാരോട് ഒഴിഞ്ഞു പോയപ്പോൾ അത് ആ ഫോട്ടോ കൊണ്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ അത്രയും സംഭവിച്ചിട്ടുള്ളൂ. ഇവിടെ എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കിത് നിർത്തിക്കൂടെ? ഇത് കേരളമല്ലേ? 10ാം ക്ലാസ് പഠിക്കാത്ത ആൾക്കാർ ഇവിടെയുണ്ടോ? നിങ്ങൾ നാറുകയല്ലേ? നിങ്ങൾ പുളിക്കുകയല്ലേ? നിങ്ങൾ വഷളന്മാരാകുകയല്ലേ ചെയ്യുന്നത്? മ്ലേച്ഛന്മാരാകുകയല്ലേ? നിങ്ങൾ തേർഡ് റേറ്റ് സാധനങ്ങളായിട്ട് മാറുകയല്ലേ? നിങ്ങൾ സബ്സ്റ്റാൻഡേർഡ് സാധനങ്ങളായിട്ട് മാറുകയില്ലേ? നിങ്ങൾ വോട്ടിൻ്റെ പേരിൽ ദരിദ്രവാസികളായിട്ട് മാറുകയല്ലേ? നിങ്ങൾ നാട്ടുകാർ നിങ്ങളെ മൂലയ്ക്ക് ഇരുത്തി കഴിഞ്ഞില്ലേ? വാസ്തവത്തിൽ നിങ്ങൾ ഹിന്ദുക്കളുടെ പേരും പറഞ്ഞ് ഹിന്ദുക്കളൊക്കെ കൂടി പോയിട്ട് ഇത്രയും 3.5 കോടി ജനങ്ങളുള്ളടത്ത് നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടി? വോട്ട് മുഴുവൻ ആർക്കാ പോയത്? ആരവിടെ ഭരിക്കുന്നത്? നിങ്ങൾക്കിത് ആലോചിക്കാനുള്ള ശേഷിയില്ലേ? 21-22 നൂറ്റാണ്ടായി കഴിഞ്ഞല്ലോ ഇത്. ഇനി ഈ പറഞ്ഞോണം മുസ്ലിം, ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം, ജാതി, മതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാണവും മാനവുമില്ലേ?
ഇവിടെ ഒരു രാഷ്ട്രമില്ലേ? ഇന്ന് ആ രാഷ്ട്രം അവതാളത്തിലാണ്. ഇവിടെ കൊറോണ ഉണ്ട്. ആ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ, എടാ നാറികളെ, നിങ്ങൾക്ക് എന്താ കഴിയാത്തേ? എന്താ നിങ്ങൾക്ക് കഴിയാത്തേ? നിങ്ങൾ ഈ പറയുന്ന എവിടെയെങ്കിലും ജാതി മതം എന്ന് പറയുന്ന മരം കിടക്കുന്നത് അത് നക്കി തിന്നാൻ നടക്കും. നിങ്ങൾക്ക് നാണോ മാനോ ഉണ്ടോ വാസ്തവത്തിൽ? ഒരു കൂട്ടം ആൾക്കാർ വെറുതെ ഇങ്ങനെ അപഹസിച്ചുകൊണ്ടിരിക്കുക, മുസ്ലിങ്ങളെ അപഹസിച്ചുകൊണ്ടിരിക്കുക. ശരി, അപഹസിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തേങ്ങാക്കോലയാണ് കിട്ടിയത്? ഏതോ സിനിമയിൽ ചോദിച്ച പോലെ എന്തുകൊണ്ട് തേങ്ങയുണ്ടോ നിനക്ക് കിട്ടിയത്? 3.5 കോടി ആൾക്കാർ വോട്ട് ചെയ്യാൻ പോയിട്ട് എത്ര വോട്ട് കിട്ടി നിങ്ങൾക്ക് ഇവിടെ? നിങ്ങളുടെ കൂട്ടത്തിൽ സത്യം പറഞ്ഞാൽ തലയ്ക്ക് വെളിവുള്ള ആരും ഇല്ലേ വാസ്തവത്തിൽ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ വാസ്തവത്തിൽ തലയ്ക്ക് വെളിവുള്ളവരായിട്ട് ആരും ഇല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? നമസ്കാരം.